പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരി 5 ദിവസമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 5 ടീമുകളായിട്ടാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അബ്ദുൽ കരീമിൻ്റെ മകൾ ഷഹന ഷെറിനെയാണ് കഴിഞ്ഞ മാസം 30-ാം തീയതി മുതൽ കാണാതായത്. കുട്ടിയെ നഷ്ടപ്പെട്ട് വലിയ വേദനയിലാണ് കുട്ടിയുടെ വീട്ടുകാർ. പിന്നെ CI അതോടൊപ്പം തന്നെ SP ആയിട്ടൊക്കെ സംസാരിച്ചു. SP പറഞ്ഞത് ഒരു DYSP അതോടൊപ്പം തന്നെ 36 അംഗ ടീമിനെയും ഈ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. 5 ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ട്രെയിൻ കയറിയതായിട്ട് CCTV ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേർന്നു. നിഖിൽ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 30-ന് കാണാതായ ഒരു പെൺകുട്ടി 15-കാരി 5 ദിവസമായിട്ടും ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഗൗരവം അർഹിക്കുന്നതാണ്, വളരെ പ്രാധാന്യമേറിയതാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായി, അതായത് ട്യൂഷൻ സെന്ററിൽ നിന്ന് ബന്ധു വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ കുട്ടിയാണ് പിന്നീട് കാണാതായത്. ബന്ധു വീട്ടിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് നേരെ സ്കൂളിലേക്ക് എത്താമെന്ന് പറഞ്ഞു പോയ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് യാതൊരു വിവരവുമില്ല. ഈ കുട്ടിക്ക് മൊബൈൽ ഫോണൊന്നും തന്നെ ഇല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എവിടെയാണ് എന്ന നിലവിലത്തെ സാഹചര്യത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആ നാടൊന്നടങ്കം ഈ വല്ലപ്പുഴ മേഖലയാകെ വലിയ ആശങ്കയിലും ഭീതിയിലുമായിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ കുട്ടിയെ കിട്ടിയോ, എന്തുകൊണ്ടാണ് ഒരു വലിയ മാധ്യമ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാത്തത് എന്നൊക്കെ അവിടുത്തെ നാട്ടുകാർ വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു, ആ കുടുംബത്തിൻ്റെ ആശങ്കകൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ കുട്ടിയെക്കുറിച്ചൊരു വിവരം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അത്യധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു പ്രത്യേക സംഘത്തെ ഇതിനോടകം തന്നെ നിയോഗിച്ചു കഴിഞ്ഞു എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. മുഹമ്മദ് മുഹസിൻ MLA ആ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള പരിശോധന തന്നെ വേണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ കുട്ടിയെ തിരിച്ചറിയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കണമെന്ന് പട്ടാമ്പി പോലീസ് അറിയിക്കുന്നുണ്ട്. ഈ കുട്ടി സുഹൃത്തുക്കളോടൊന്നും തന്നെ എവിടേക്കെങ്കിലും പോകുന്നുവെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല. സുഹൃത്തുക്കളോട് പറഞ്ഞത് അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോൾ തൻ്റെ പുസ്തകങ്ങളൊക്കെ ഒരു ബന്ധു വീട്ടിലാണുള്ളത്, അവിടെ പോയി അത് എടുത്ത ശേഷം തിരികെ വരാമെന്നുള്ളതാണ്. പക്ഷേ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഈ ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടി പർദ്ദയാണ് അണിഞ്ഞിരുന്നത്, സ്കൂൾ യൂണിഫോം ആയിരുന്നില്ല. അങ്ങനെയാണ് ഈ കുട്ടി യാത്രയാകുന്നത്. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളതും. അപ്പോൾ എങ്ങോട്ടാണ് ഈ കുട്ടി പോയത്, ആരുടെ കൂടിയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. സുഹൃത്തുക്കൾ ആരെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എന്തായാലും പോലീസിന്റെ അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വളരെ ഗൗരവത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ വിഷയങ്ങളെ കാണുന്നത്. 5 ദിവസമായിട്ടും ഈ പെൺകുട്ടിയെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നിയമ സംവിധാനങ്ങൾക്ക് തന്നെ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിഖിൽ പ്രമേഷ്.